യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം ആദ്യത്തെ 10 വചനഭാഗങ്ങളിൽ 3 പ്രാവശ്യം ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക എന്ന് ദൈവം തന്നെ യോശുവയോട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോശുവ ആ സമയത്ത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പലതാണ്. അതുവരെ നായകനായിരുന്ന മോശെ മരിച്ചു പോയിരിക്കുന്നു. ഇനി മുന്നോട്ട് ജനത്തെ നയിക്കേണ്ടത് തൻ്റെ മാത്രം കടമയാണ്. 2, മോശയോടുകൂടെ ഇരുന്നവനായ ദൈവ സാന്നിധ്യം തന്നോടുകൂടെ ഇരിക്കുമോ? അതുപോലെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്നെ നടത്തുമോ എന്ന ഒരു സംശയം യോശുവയുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കാം. 3, തൻ്റെ മുന്നിലുള്ളതായ ആ ഉത്തരവാദിത്തം വളരെ വലുതാണ്. 7 ജാതികൾ, ശക്തരായ ജാതികളുടെ രാജ്യത്തെയാണ് പിടിച്ചെടുത്ത് ജനത്തിന് വേണ്ടി താൻ കൈമാറേണ്ടത്. അതിനുള്ളതായ കഴിവും ബുദ്ധിശക്തിയും തനിക്ക് ഉണ്ടാകുമോ? ആ കാര്യങ്ങൾ ചെയ്തു തീർപ്പാനായിട്ട് സാധിക്കുമോ? 4, ഈ ജനം വളരെ മത്സരികളാണ്. മോശയോടുകൂടെ തന്നെ മത്സരിച്ചവരാണ് ആ വ്യക്തികൾ. തന്നെ അനുസരിക്കുവാൻ തക്കവണ്ണം അവർ തയ്യാറാകുമോ? ഇങ്ങനെയുള്ള ആശങ്കകളുടെ മുന്നിൽ നിൽക്കുന്ന യോശുവയെ നോക്കി ദൈവം പറയുകയാണ്, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. 6-ാം വചനത്തിൽ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയ ദൈവം 7-ാം വചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവ വചനങ്ങളെ പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്ന് പറയുന്നു. ദൈവവചനത്തെ പ്രമാണിക്കുവാൻ തക്കവണ്ണം എന്തിനാണ് ഉറപ്പും ധൈര്യവും ഉണ്ടാകേണ്ടത്? ചില സമയത്ത് ദൈവത്തിൻ്റെ കൽപ്പനകൾ വളരെ ശക്തമായ എതിർപ്പുകളെ നമ്മുടെ മുന്നിൽ ഉണ്ടാക്കിയേക്കാം. പലരും നമ്മെ വിട്ടു പോയേക്കാം. പലരും കൂടെ നടന്നവർ ഒറ്റപ്പെടുത്തിയേക്കാം. കാരണം ദൈവവചനം നമ്മെ നടത്തുന്ന വഴികൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുവാൻ കഴിയുന്നതായ മാർഗങ്ങൾ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ യോശുവയോട് ദൈവം പറയുകയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. വീണ്ടും 9-ാം വചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവിടെയും അതേ വാചകം ആവർത്തിക്കുകയാണ്, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. എന്തിനാണ്? യഹോവ നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട്. എത്ര വലിയ ടാസ്കും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എത്ര വലിയ പ്രശ്നവും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ തക്കവണ്ണം ഉറപ്പും ധൈര്യവും കാണിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഏത് പ്രതികൂലത്തെയും ഏത് അസാധ്യത്തെയും സാധ്യമാക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കാം. കാരണം ദൈവം നമ്മോടുകൂടെയുണ്ട്. ആമേൻ, ആമേൻ.